നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മകരം രാശിയെക്കുറിച്ചാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാശിയാണ്. ഇതിൻ്റെ സിമ്പിൾ, ആ സിമ്പിളും വെസ്റ്റേൺ അസ്ട്രോളജി പ്രകാരം വരുന്നത് കാപ്രിക്കോൺ സോഡിയക് സൈനാണ്. അതിന് വരുന്ന രൂപം അത് സീ ഗോഡ് ആണ്. ഒരു കരയിലും വെള്ളത്തിലും ചലിക്കാൻ പറ്റുന്ന ഒരു രൂപമാണത്. അതിനൊരു കഥയുണ്ട്. ആ ഒരു സീ ഗോഡിൻ്റെ രൂപത്തിന് ബേസ് എങ്ങനെ വന്നു എന്നുള്ളൊരു കഥയുണ്ട്. അത് ഞാൻ ചെറിയ തോതിൽ നിങ്ങളോട് പറയാം. ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ പേരാണ് പാൻ. ഈ ദൈവത്തിന് അതിൻ്റെ തല ഒരു ആടിൻ്റെ രൂപത്തിലാണ്. ഇത് ഒരു പ്രകൃതി സ്നേഹിയായ ദൈവമാണ്. കാടുകൾ, വൈൽഡ് ലൈഫ്, ഷെപ്പേഴ്സ്, അല്ലെങ്കിൽ വലിയ വിശാലമായ വിജന സ്ഥലങ്ങൾ, ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ആസ്വദിക്കുന്നതുമായ ഒരു ദൈവമാണ് പാൻ എന്ന് പറയുന്നത്. കൂടാതെ നല്ല ഒരു സംഗീത ആസ്വാദനത്തിന് കഴിവുള്ള ഒരു ദൈവമാണത്. ഈ ദൈവത്തിന് ഒരു രാക്ഷസ രൂപം ആക്രമിക്കുന്നു. അതാണ് ടിഫോൺ എന്ന് പറയുന്ന ഒരു രാക്ഷസ കൂട്ടത്തിൽപ്പെട്ടതാണത്. ദേവന്മാരെ ആക്രമിക്കുക എന്ന ഒരു സ്വഭാവമാണ് അവരുടെ. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഈ ദൈവം നൈൽ നദിയിലേക്ക് ചാടുകയാണ്. ഈ രാക്ഷസനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ചാട്ടത്തിൽ ഈ രൂപം മാറുന്നു. അങ്ങനെ പകുതി ആടിൻ്റെതും പകുതി ഈ മത്സ്യത്തിൻ്റെയും രൂപത്തിലാണ് ഈ പാൻ എന്ന് പറഞ്ഞ ദൈവം രക്ഷപ്പെടുന്നത്. ഈ രൂപം കണ്ട് സിയസ് എന്ന ഒരു ഇന്ദ്രന് സമാനമായ ഒരു ദൈവമുണ്ട് ഗ്രീക്ക് കഥകളിൽ. സിയസ് ഈ രൂപത്തിന് ഒരു നക്ഷത്ര സ്ഥാനം കൊടുത്തു. അതാണ് ഈ കാപ്രിക്കോൺ സോഡിയക് സൈനിൽ വരുന്ന സീ ഗോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു ദൈവത്തിൻ്റെ ചില പ്രത്യേകതകളൊക്കെ ഈ രാശിയിലുണ്ട്. ആ പ്രത്യേകതകളൊക്കെ ചെറിയൊരളവിൽ നമ്മുടെ മകരം രാശിയിലും വരുന്നുണ്ട്. കാരണം സംഗീതത്തിനുള്ള താല്പര്യം, പ്രകൃതിയായിട്ടുള്ള ഒരു ചേർച്ച, ഇതൊക്കെ ഈ മകരം രാശിക്കും ഉള്ളതാണ്. ഇനി നമുക്ക് മകരം രാശിയിലേക്ക് വരാം. മകരം രാശിയുടെ രൂപം പകുതി മുതലയുടേതാണ്. മകരം അത് മുതലയുടേതാണ്. ബാക്കി വരുന്നതിന് പലതരത്തിലുള്ള സങ്കല്പങ്ങളുമുണ്ട്. ബാക്കി വരുന്ന ഭാഗം ആനയുടെ ആണെന്നും ആടിൻ്റേതാണെന്നും മാനിൻ്റേതാണെന്നും ഇങ്ങനെയുള്ള പല വിശദീകരണങ്ങളും കാണാം. പക്ഷെ നമുക്ക് ആടിൻ്റെ രൂപം തന്നെയാണ്. കാരണം വെസ്റ്റേൺ അസ്ട്രോളജിയിലും വരുന്നുണ്ടത് ആടിൻ്റെ രൂപം തന്നെയാണ്. ആടിൻ്റെ രൂപവും ഈ രാശിക്ക് പറയുന്നുണ്ട്. ആക്ച്വലി ഈ രൂപം വന്നത് അത് സ്വയം രക്ഷക്കായിട്ടാണ് ആ രൂപം മാറുന്നത്. അല്ലാതെ മറ്റൊരു ചതിയൊന്നും ഈ മകരം രാശിക്ക് ആട്രിബ്യൂട്ട് ചെയ്യാനില്ല. അത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഗ്രീക്ക് ദൈവം അങ്ങനെ രൂപം മാറിയത്. ഇവിടെ അതിന് തുല്യമായ വിവരണങ്ങളൊന്നും നമ്മുടെ ഈ രാശി സങ്കല്പങ്ങളിൽ ഇല്ല. എന്നാലും പ്രധാനപ്പെട്ട് പറയുന്നത് മകരം രാശി മുതലയുടെ പകുതിയും മറ്റൊരു ഭാഗം
ഒരു 2-3 തരത്തിലുള്ള മൃഗങ്ങളെയും പറയുന്നുണ്ട്. വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു രാശിയാണിത്. ഈ രൂപം മകരകുണ്ടലങ്ങളൊക്കെ ഒരു മഹാവിഷ്ണുവിൻ്റെയും ശിവന്റെയും ഒക്കെ അലങ്കാര വസ്തുക്കളാണ്. മാത്രമല്ല ഈ രൂപം പല ക്ഷേത്രങ്ങളിലും ഒരു പ്രൊട്ടക്ഷന് വേണ്ടി മുന്നിൽ കാണാം നമുക്ക്. ആ ക്ഷേത്രത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രൂപം നിലനിൽക്കുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ മകരം രാശി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് കാലപുരുഷന്റെ 10ാമത്തെ രാശിയാണത്. കർമ്മരാശിയാണ്. കർമ്മമാണല്ലോ ദ ഫണ്ടമെന്റൽ ബേസ്. കർമ്മമില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രാശി തന്നെയാണ് രാശികളിൽ വളരെ പ്രധാനപ്പെട്ടത്. അത് ശനിയുടെ രാശിയാണ്. ഈ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, മറ്റെല്ലാ കഴിവുകളുണ്ടെങ്കിലും എത്രത്തോളം നിങ്ങൾ ദൈവത്തിലേക്ക് കാര്യങ്ങൾ ചെയ്താലും എനിക്ക് യോഗികളിൽ ഞാൻ ഏറ്റവും അംഗീകരിക്കുന്നത് കർമ്മയോഗിയെയാണ്. ഈ കർമ്മയോഗിക്കുള്ള പ്രാധാന്യം അത്രയും കൂടുതലാണ്. ആ കർമ്മത്തിൻ്റെ രാശിയാണ് മകരം രാശി. ഇവിടെ ഭഗവാൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, നവർ ടു ദ ഫ്രൂട്ട് ദെയറോഫ്. പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മങ്ങൾ ചെയ്താൽ അത് ദൈവത്വത്തിന് തുല്യമാണ്. നമ്മൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഈ കർമ്മങ്ങളിലുള്ള ഒരുപാട് ഈ ബന്ധങ്ങൾ വരുന്നത്. കർമ്മം നമ്മളെ ഒരു തടവറയിലാക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഫ്രൂട്ട് ഓഫ് ആക്ഷന് വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതൊന്നുമില്ലാതെ കർമ്മം ചെയ്യുന്ന ഒരു രാശിയാണെങ്കിൽ ഈ രാശിക്കാരും അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരുപാട് റിട്ടേൺസ് പ്രതീക്ഷിക്കാതെ സേവനം. ഈ മകരം രാശിക്കാർക്ക് അവർ വർക്ക് ഹോളിക്കാണ്. വർക്ക് ചെയ്യാൻ ഒരുപാട് താല്പര്യമുള്ള രാശിക്കാരാണിത്. ശനിയുടെ സാന്നിധ്യമുണ്ട്. ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. സേവന സന്നദ്ധതയുണ്ട്. തീരുമാനങ്ങളൊക്കെ എടുത്താൽ വളരെ ശക്തമായ തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. എനിക്ക് ഇന്നതൊക്കെ ചെയ്യാനാകുമെന്നുള്ളതിനുള്ള ഒരു കഴിവ് ഈ രാശിക്കാർക്കുണ്ട്. അതുമാത്രമല്ല ഈ പ്രാക്ടിക്കലായിട്ട് എന്തിനും ഒരു പ്രാക്ടിക്കൽ സ്വഭാവം ഈ രാശിക്കാർക്കുണ്ട്. അതുമാത്രമല്ല ഉത്തരവാദിത്ത ബോധമുള്ളവരായിരിക്കും, സഹനശക്തിയുള്ളവരായിരിക്കും. ഇതൊക്കെ മകരം രാശിയുടെ പ്രത്യേകതകളാണ്. പഞ്ച്വാലിറ്റി, ഇതൊക്കെ മകരം രാശിയുടെ പ്രത്യേകതകളാണ്. ശനിയുടെ ആധിപത്യമാണത്. ശനി കർമ്മത്തിൻ്റെ പ്ലാനറ്റാണ്. അപ്പോൾ മകരം രാശിക്കാർക്ക് ഇത്തരം ഒരുപാട് ഗുണങ്ങളുണ്ട്. കൂടുതൽ വർക്ക് ഹോളിക്കായിട്ട് ബന്ധങ്ങളെ മറന്നു പോകുന്ന സ്വഭാവം പോലും ഈ മകരം രാശിക്കാർക്കുണ്ട്. അത് അവരൊരു ദോഷഫലമായിട്ട് കണക്കാക്കുന്നു. കാരണം ബന്ധങ്ങൾ ഉണ്ടാകണമല്ലോ. ബന്ധങ്ങളില്ലെങ്കിൽ നമുക്ക് ദോഷങ്ങളുണ്ടാകും. ആ ഒരു ദോഷം മകരം രാശിക്കാർക്ക് വരുന്നുണ്ട്. എല്ലാവർക്കുമല്ല, കുറച്ചു പേർക്ക്. ഈ രാശിയുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞില്ലേ. 3 പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾ ഈ രാശിയിലുണ്ട്. അതൊന്ന് ഉത്രാടം, തിരുവോണം, അവിട്ടം. ഉത്രാടത്തിൻ്റെ 3/4 ഭാഗമുണ്ട്. തിരുവോണം പൂർണ്ണമായിട്ടുണ്ട്. അവിട്ടത്തിൻ്റെ പകുതി ഭാഗം. ഈ 3 വളരെ പ്രശസ്തമായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. ഒന്ന് വിഷ്ണുവിൻ്റെതാണ്. ഈ തിരുവോണം, ഈ നക്ഷത്രത്തിന് തന്നെ ഉപയോഗിക്കുന്നത് 2 നക്ഷത്രത്തിനേ ഉള്ളൂ. ഒന്ന് തിരുവോണം, അത് വിഷ്ണുവിൻ്റെതാണ്. ഒന്ന് തിരുവാതിരയാണ്, അത് ശിവൻ്റെതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വിഷ്ണു സാന്നിധ്യമുള്ള ഒരു രാശിയാണിത്. കൂടാതെ വിശ്വദേവന്മാർ, അതാണ് മറ്റൊരു നക്ഷത്രത്തിൻ്റെ ഡയറ്റീസ്. അപ്പോൾ മുഴുവൻ ദൈവങ്ങളുടെയും സാന്നിധ്യം.
പിന്നെ മറ്റൊന്ന് വരുന്നത് ഈ അഷ്ടവസുക്കളാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ദൈവങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു രാശി. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ, കലകളുമായിട്ടെല്ലാം അതിശക്തമായ സ്വാധീനമുള്ള അവിട്ടം. അത് ഒരു ശബ്ദത്തിൻ്റെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും രാശിയാണത്. അതുപോലെ തന്നെ തിരുവോണം മഹാവിഷ്ണുവിൻ്റെ രാശിയാണ്. ഏറ്റവും ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാശിയാണ്. ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ശബ്ദമാണ് പ്രധാനം. കേട്ടുപഠിക്കുന്നവരാണ് അവർ. അതുപോലെ തന്നെ അവരെ ശബ്ദം, അവർ കൊടുക്കുന്ന ഉപദേശം കൊടുക്കുവാനുള്ള കഴിവ്, ഇതൊക്കെ തിരുവോണം നക്ഷത്രത്തിനുണ്ട്. പിന്നെ വരുന്നത് ഉത്രാടമാണ്. എവർ വിക്ടോറിയസ് ആയിട്ടുള്ളൊരു ഒരു സ്റ്റാറാണ് അത്. അങ്ങനെ വളരെ പ്രബലന്മാരായിട്ടുള്ള നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന രാശി. ഈ രാശിയുടെ ഒരു പ്രത്യേകത തന്നെ പ്രായോഗികതയാണ്, വിശ്വസ്തതയാണ്. അതുപോലെ തന്നെ ഈ ഏത് കാര്യം ഏറ്റെടുത്താലും ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. കൂടാതെ ഇത്തരം ഈ പറയുന്ന നക്ഷത്രാധിപന്മാരുടെയൊക്കെ സ്വാധീനം കൊണ്ട് ഇവർക്ക് ലീഡർഷിപ്പ്, ഈ രാശിക്കാർക്ക് തികഞ്ഞ ലീഡർഷിപ്പ് ഉള്ളവരായിരിക്കും. എന്ത് കാര്യത്തിലും അത് പഠിച്ച് ചെയ്യും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. എന്തും അത് പഠിച്ച് അത് വളരെ സാവകാശത്തോടു കൂടി ചെയ്യാനുള്ളൊരു കഴിവ് ഈ രാശിക്കാർക്കുണ്ട്. പെട്ടെന്ന് ഏറ്റെടുത്ത് അത് ഒന്നുമല്ലാതാക്കുന്ന ഒരു സ്വഭാവമൊന്നും മകരം രാശിക്കാർക്കില്ല. കാരണം ഇവിടെ മകരം രാശിയുടെ സ്വഭാവത്തിൽ, ഈ മകരം രാശി നിങ്ങളിൽ ലഗ്നമായി എടുക്കുകയാണെങ്കിൽ ലഗ്നത്തിൽ നിങ്ങൾക്ക് 2 വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണാം. മകരം രാശിയിൽ ലഗ്നമായിട്ട് വരുന്നത് ഈ വ്യാഴം വന്നാൽ അവിടെ നീചമാണ് വ്യാഴം. എന്തുകൊണ്ട് അവിടെ വ്യാഴം? ഇത്രയും ദേവഗുരുവായ വ്യാഴത്തിന് ശനി ക്ഷേത്രത്തിൽ നീചത്വം വരുന്നു. അത് ശനിയുടെ ഒരു ഡിസിപ്ലിനാണ്. ശനി ഒരു സ്ലോ മൂവിങ് ആണ്. അത് വ്യാഴത്തിന് തൃപ്തി വരാത്തത് കൊണ്ടാണ് അവിടെ ഈ വ്യാഴം നീചമാകുന്നത്. എന്നാലും വ്യാഴത്തിൻ്റെ മറ്റ് പല നീചമെന്ന് പറയുന്നത് പൂർണ്ണമായതും ഇൻഎഫക്റ്റീവ് അല്ല. വ്യാഴത്തിൻ്റെ ചെറിയ ചില സ്വഭാവങ്ങളിൽ മാറ്റമുണ്ടാകും. അല്ലാതെ വ്യാഴം ശനിക്ഷേത്രത്തിലും ശനി വ്യാഴക്ഷേത്രത്തിലും വളരെ സംതൃപ്തരാണ്. അവരുടേതായ പെർഫോമൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യും. പക്ഷെ ഇങ്ങനെ ചെറിയൊരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ സ്പീഡ് കാര്യങ്ങളിലും ഒക്കെയുള്ള ഒരു പ്രത്യേകത, ഒരു വ്യത്യാസമുള്ളത് കൊണ്ടാണ് വ്യാഴത്തിന് അവിടെ നീചം വരുന്നത്. അതുപോലെ തന്നെ ഈ മകരം ലഗ്നക്കാർക്ക് ചൊവ്വ, മാഴ്സ് ഉച്ചത്തിലാണ്. ആക്ച്വലി പാടുണ്ടോ? ശനിയുടെ ഒരു 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 വിരോധ രൂപത്തിലുള്ള പ്ലാനറ്റാണ് മാഴ്സ്. പക്ഷെ ഈ കർമ്മ ക്ഷേത്രമാണിത്. കർമ്മക്ഷേത്രത്തിൽ ആരെതിർത്താലും അവിടെ കുജന് വലിയൊരു സ്ഥാനമുണ്ട്. കുജൻ കർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഈ രാശിയിൽ കുജൻ ഉച്ചത്തിലും വ്യാഴം നീചത്തിലുമാണ്. 7ാം ഭാവത്തിൽ വരുന്നത് ചന്ദ്രനാണ്, മനസ്സിൻ്റെ കാരകത്വമുള്ള ആളാണ്. അത് അവിടെ ഈ വ്യാഴം ഉച്ചത്തിലുമാണ്. പലതരത്തിലുള്ള ആ ഒരു പെർമുറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ നമുക്ക് എടുക്കണം. ചെറിയ ദോഷങ്ങൾ, കാരണം അതിൻ്റെ അടുത്ത് വരുന്ന രാശി അഷ്ടമം എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ കർമ്മസ്ഥാനത്ത് തന്നെ നീചമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ അപാകതകളും, എന്നാൽ ആ കർമ്മസ്ഥാനത്ത് തന്നെ ലഗ്നാധിപനായി വരുന്ന ശനി ഉച്ചത്തിലുമാണ്. നമുക്ക് കർമ്മത്തിൻ്റെയൊക്കെ ഭാവങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നത് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള പഠനമാണെങ്കിൽ നീചം എന്നൊന്നും ഇല്ല. നീചം നമുക്ക് അനുഭവപ്പെടുന്നു, ചെറിയ തോതിലുണ്ടാകാം. ഒരു ഗ്രഹവും തീരെ ഇൻഎഫക്റ്റീവ് ആവില്ല.
അതിൻ്റെ പെർഫോമൻസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. വ്യാഴം നീചമായാൽ വ്യാഴത്തിൻ്റെ ശരിയായ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അത് സമയം പോകുന്തോറും അതിൻ്റെ ശരിയായ ക്വാളിറ്റി കാണിച്ച് തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ക്വാളിറ്റീസ് ഉള്ള രാശിയാണ്. ഒരുപാട് ക്വാളിറ്റീസ്. കാരണം ഇത്തരം നക്ഷത്രങ്ങളുടെ ഉള്ളത് കൊണ്ട് ഏറ്റവും നല്ല ലീഡർഷിപ്പുള്ള ആൾക്കാരായിരിക്കും ഇവർ. ബിസിനസ് രംഗങ്ങളിലൊക്കെ അതിബലവാന്മാരായിരിക്കും, വളരെ ലോയലായിരിക്കും, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, പൊളിറ്റീഷ്യൻസ് ആയിരിക്കും. പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ ഈ ആൾക്കാർ പോയാൽ അവർ വളരെയധികം ഷൈൻ ചെയ്യും. കാരണം ഇവർക്ക് കർമ്മം ചെയ്യുക അതാണ് ഇവരുടെ ഏറ്റവും വലിയ. അതുമാത്രമല്ല ലീഡർഷിപ്പും ഉണ്ട്. അപ്പോൾ ഇത്തരം ഫീൽഡിലൊക്കെ ഇവർ ഈ രാശിക്കാർ വിജയിക്കും. പിന്നെ അവർ വളരെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല സത്യസന്ധന്മാരായിരിക്കും. ഒരു തരത്തിലുള്ള ദോഷങ്ങളും ആട്രിബ്യൂട്ട് ചെയ്യാൻ ഈ രാശിയിൽ അങ്ങനെയുള്ള ഗ്രഹങ്ങളില്ല. ശനിയാണല്ലോ ഇതിൻ്റെ ഓവറോൾ ഇൻചാർജായിട്ട് നിൽക്കുന്നത്. ശനി ഒരു ഡിസിപ്ലിൻ അല്ലാതെ വേറെ ദോഷമൊന്നുമില്ല. സ്പീഡ് കുറയും എന്നല്ലാതെ അത്രയും വളരെ പ്രധാനപ്പെട്ട ആയതുകൊണ്ടല്ലേ ശനിക്ക് ഈ കർമ്മത്തിൻ്റെ സ്ഥാനം കൊടുക്കുന്നത്. ഇപ്പൊ ശനി ഒരു ദോഷകാരകനാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള വളരെ നല്ല ഒരു രാശി, നെഗറ്റീവ്സ് വളരെ കുറഞ്ഞൊരു രാശിയാണ് മകരം രാശി. ഒരുപാട് ആയുസ്സൊക്കെ ഉണ്ടാകും. മകരം രാശിക്കാരാണ് കൂടുതൽ പ്രായമുള്ള ആൾക്കാർ മകരം രാശിയിലാണ് കാണുക എന്നൊരു വിശ്വാസമുണ്ട്. കാരണം അവരുടെ ലൈഫ് സ്റ്റൈല് കൊണ്ടാണ് അങ്ങനെ ആയുസ് ഉണ്ടാകുന്നത്. കർമ്മത്തിൻ്റെ രംഗങ്ങളിൽ സജീവമാകുന്നത് കൊണ്ട് ഇവർക്ക് ദീർഘായുസ്സായിരിക്കും. ഇവർ ശ്രദ്ധിക്കേണ്ടത് ഈ മകരം രാശിക്കാരൊക്കെ ഭക്ഷണത്തിൻ്റെ ഓവർ ഫുഡ് ആകരുത്, തടിച്ചു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത്. ഇവർക്ക് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഫുഡ് കൺട്രോളിംഗ് ഒക്കെ നല്ലതാണ്. കിഡ്നി പ്രോബ്ലംസ്, അങ്ങനെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ അതെല്ലാം അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം ദീർഘായുസുണ്ട്, ആരോഗ്യം കുറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയൊന്നും ഈ രാശിക്കാർക്ക് ഇല്ല. പിന്നെ നിർബന്ധ ബുദ്ധി, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം നിർബന്ധ ബുദ്ധിയായിരിക്കും. ഒരു കാര്യം പറഞ്ഞാൽ അഡമൻ്റ് ആയിരിക്കും, അത് തന്നെയാണ് ശരി. അങ്ങനെയുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾ ഒക്കെ ഉണ്ടാകും. എന്നാലും മൊത്തത്തിൽ കർമ്മയോഗികളായിരിക്കും. കർമ്മയോഗികളെയാണ് ഭഗവാൻ ഏറ്റവും അധികം അംഗീകരിക്കുന്നത്, ലോകം അംഗീകരിക്കുന്നത്, ഈ കാലഘട്ടം അംഗീകരിക്കുന്നത്. അപ്പോൾ മുഴുവൻ ആൾക്കാരും അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു രാശി, കർമ്മത്തിൻ്റെ രാശി. ഭഗവത്ഗീതയിൽ പറയുമ്പോൾ ഏറ്റവും വലിയ കർമ്മയോഗികളുടെ രാശി, ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മയോഗികൾ ആണല്ലോ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ. അവരുടെ രാശിയാണ്. അതുകൊണ്ട് ഈ രാശിക്കാർക്ക് ഒരുപാട് അവസരങ്ങളും ഒരുപാട് കഴിവുകൾ എല്ലാ ഫീൽഡിലും. കൃഷി ഏറ്റവും നല്ല ഫീൽഡാണ് ഇവരെ. ബിസിനസ് നല്ല ഫീൽഡാണ്. അങ്ങനെ എല്ലാ ഫീൽഡുകളിലും വിജയിക്കുന്ന ഒരു രാശിക്കാരാണ് മകരം രാശിക്കാർ. ഇവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.